ഇന്നലെക്കാളിന്നു ഞാൻ എൻ പ്രിയൻ നാടിനോടേറ്റമാടുത്തായതെനിക്കെത്രയാനന്ദം. ഇന്നലെക്കാളിന്നു ഞാൻ എൻ പ്രിയൻ നാടിനോടേറ്റമാടുത്തായതെനിക്കെത്രയാനന്ദം. എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടുമെന്നും ഞാൻ എൻ്റെ പ്രിയനായി. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവനും ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. നന്നായി ഉറങ്ങിക്കൊണ്ടിരുവാനും പുതിയ ദിവസത്തിൽ പ്രവേശിപ്പാനും സ്വർഗം തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഒരുപോലെ അനുഗ്രഹിച്ച് സഹായിക്കുമാറാകണം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്നിരിക്കുന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പാർക്കുവാൻ തന്ന ഭവനത്തിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശത്തിനായിട്ട് നന്ദി. ഞങ്ങളുടെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എല്ലാം അവിടുത്തെ ദാനമാപ്പ, അവിടുത്തെ കൃപയാപ്പ. നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങളുടെ മിടുക്കോ, ഞങ്ങളുടെ സാമർഥ്യമോ, നന്മ കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല, അവിലേറിയ സ്നേഹത്താൽ ഞങ്ങളെ ഇത്രത്തോളം മാനിച്ച് നടത്തിയ ദൈവത്തിന് കൊടാനുകോടി സ്തോത്രം, 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 സ്തോത്രം. അപ്പ നന്ദി. ഹോവാ നിൻ്റെ പരിപാലകന്, ഹോവാ നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ലെന്ന വചനത്താൽ ഇന്നുവരെയും ഞങ്ങൾക്ക് മുൻപും പിൻപും ഇടവും ബലവും ദൂതനെ നിർത്തി അത്ഭുത അതിശയമായി ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും പരിപാലിച്ച് ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനേക ജീവിതങ്ങളെ കഷ്ടങ്ങളിൽ കൂടി, വേദനയിൽ കൂടി, വേർപാടിൻ്റെ ദുഃഖത്തിൽ കൂടി, സകലതും നഷ്ടപ്പെട്ട വേദനയിൽ കൂടി കടന്നു പോകുന്ന കർത്താവേ, ഈ സമയം ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാപ്പാ. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. എൻ്റെ അപ്പൻ സർവ്വത്തിനും മതിയായ ദൈവമാകിയാൽ എൻ്റെ അപ്പൻ്റെ പൊന്നുകരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസം നൽകണമേ, അവർക്ക് സമാധാനം കൊടുക്കണേ, അവർക്ക് സകലത്തിൻ്റെ സകലതുമായി അപ്പൻ കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം അതിനിരട്ടിയായി നീ മടക്കി കൊടുക്കാൻ സർവ്വസമ്പന്നനാകിയാൽ എൻ്റെ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും അടിയങ്ങളെയെല്ലാം വിടുവിക്കണമേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സൗഖ്യമയക്കണമേ. സകല പകർച്ചബാധകളിൽ നിന്ന് വിടുവിച്ചാട്ട് കർത്താവേ. എല്ലാ രോഗദുഃഖാദികളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാട്ട് കർത്താവേ. സമാധാനം കൊണ്ട് ഞങ്ങളെ ഒന്ന് നിറച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്തോത്രത്തോടെ അറിയിക്കട്ടെ കർത്താവേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ പഠിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിക്കുക. തമ്പുരാൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണം. നന്നായി പഠിക്കണം, നന്നായി പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ അവർ പാസ്സാകണം കർത്താവേ. സ്തോത്രം. പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവരെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പരീക്ഷ എഴുതുന്ന നല്ല മാർക്കോടെ പാസ്സാകണം. സ്വർഗ്ഗം അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളും ഉണ്ടപ്പാ. ജയം കൊടുത്ത് മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാ, അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവ്. കർത്താവ്, ഈ സമയം ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയെ സ്വർഗത്തിലെ അപ്പച്ചനെ ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. സ്വർഗം അതിനായി അവരോട് മനസ്സറിയണം, കരുണ കാണിക്കണം.
തക്ക തുണയെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അത്ഭുത വഴി തുറക്കുന്നതോർത്ത് നന്ദി പറയുക. വിശാലമായ വഴികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ തുറക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുൻപോട്ട് നയിക്കുന്ന എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നത് സ്തുതിക്കുന്ന കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സമാധാനത്താൽ ഓരോ മക്കളെയും നിറച്ച് നടത്തണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സമാധാനത്തോടെ പാർക്കുവാൻ തക്കണം ഇടയാക്കണമേ. സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ കർത്താവ്, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പ അവരുടെ തലമുറ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ. മാസത്തേക്കോളം കൂടരുന്ന് സുഖപ്രസവം ഒരുക്കണമേ. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിച്ചാട്ട് കർത്താവെ. ഹല്ലേലൂയ. ക്ഷീണവും ഭാരവുമുള്ള മക്കളുണ്ട് കർത്താവെ. ജോലി ചെയ്യേണ്ട മക്കളുണ്ട് കർത്താവെ. എൻ്റെ സ്വർഗ്ഗം അവരെ സഹായിക്കണം, ബലപ്പെടുത്തണം. ആമേൻ. ആരോഗ്യത്തോടും ബലത്തോടും ജോലി കാര്യങ്ങളെ ചെയ്ത് ആമേൻ അനുഗ്രഹം പ്രാപിച്ച് ജീവിപ്പാൻ ഇടയാക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ, കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ എൻ്റെ അപ്പൻ സർവശക്തന ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഈ സമയം ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നപ്പോൾ വാടക ഭവനങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട് കർത്താവെ. സ്വന്തമായി തലചായ്പാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭവനം ഒരുക്കണമേ, ഒരിടം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. നീ അത്ഭുതവാന വീരനാൻ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. ആമേൻ. കരയുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഭവനം പണിയുന്ന മക്കളെയും ഓർക്കുന്നത് പൂർത്തീകരിച്ച് പാർക്കാനും ഭാഗ്യം ഒരുക്കണേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പുതുവർഷകാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയുമായി തീരട്ടെ. കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പോൾ അനുഗ്രഹിക്കണമേ, സഹായിച്ച് സൂക്ഷിക്കണമേ, കൃപയിൽ അങ്ങ് പൊതിയണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ചാട്ട് കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവെ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രകളിൽ കൂടെയിരിക്കണം, സുരക്ഷിതമായവരെ കൊണ്ട് എത്തിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ടപ്പാ. മാനസാന്തരം നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗമിറങ്ങി പ്രവർത്തിച്ചാട്ട് കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. സ്തോത്രം. ആമേൻ കർത്താവെ. ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ യുവതിവാക്കന്മാരെ ഓർക്കുന്നു. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. കൊച്ചു പൈതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് നിയന്ത്രിക്കണമേ, അവിടുന്ന് ഏറ്റെടുക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് നല്ല സഖിയായി കൂടിയിരിക്കണമേ, നല്ല ആലോചനക്കാരനായി ഇരിക്കണമേ കർത്താവെ. അവിടുന്ന് കരുണ തോന്നണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം 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 കർത്താവ്. ഹല്ലേലൂയ കർത്താവ്. ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ കൊണ്ട് തരുന്നപ്പാ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളിലാൽ കഷ്ടപ്പെടുന്നവർ കർത്താവെ. സ്തോത്രം. കാഴ്ചയില്ലാത്തവരും കേൾവിയില്ലാത്തവരും ഓർമ്മയില്ലാത്തവരും ഉണ്ട് കർത്താവെ. മാനസികമായ വിഭ്രാന്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. സ്തോത്രം സ്തോത്രപ്പാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കൈകാൽക്ക് ചലനമില്ലാത്തവരുണ്ട് കർത്താവെ. വീൽ ചെയറിലും കട്ടിലേലും ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. വിട്ടുപിക്കണമേ, സഹായിക്കണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ത്വക്സംബന്ധമായ രോഗമുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ കർത്താവെ. സ്തോത്രം. എൻ്റെ കർത്താവേ, നീ അവരോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവ്. നിൻ്റെ സമാധാനം സൗഖ്യം ഓരോ മക്കൾക്ക് വായിച്ചാട്ട് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ എൻ്റെ അപ്പൻ മനസ്സറിയും കരുണയുമുള്ള ദൈവമാ. ഞങ്ങൾ അറിയിക്കുന്നതിന് മുൻപേ സകലനും അറിയുകയും കാണുകയും ചെയ്യുന്ന കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ പരിപൂർണമായ വിടുതലും സൗഖ്യം നൽകി മാനിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. തൈറോയിഡുള്ളവരുണ്ട്, ആസ്മ രോഗികളുണ്ട് കർത്താവേ. എൻ്റെ കർത്താവേ. ഹല്ലേലൂയ. അലർജിയുള്ളവർക്കൊക്കെ സംബന്ധമായ രോഗമുള്ളവരെയൊക്കെ സമർപ്പിച്ചല്ല കർത്താവേ. കരുണ തോന്നണം, മനസ്സലിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവേ. അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥന വിഷയം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. കൺമണി പോലെ എല്ലാവരെയും സൂക്ഷിച്ച് ആവശ്യമറിഞ്ഞ് കരുതി സമാധാനത്തിൽ പരിപാലിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. നന്ദി 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 കർത്താവേ. നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുക. നന്മകളും അനുഗ്രഹങ്ങളും അവിടുത്തെ പകല, സമാധാനവും സൗഖ്യവും അവിടുത്തെ പകല, കൃപയിൽ അവിടുത്തെ ഹല്ലേലൂയ കർത്താവെ കരം ചേർത്ത് പിടിച്ച് ഞങ്ങളെ നടത്തണമെന്നും പ്രാർത്ഥിക്കുന്നു.
ദോഷം തൊട്ട് സൂക്ഷിക്കണം, അത്ഭുത വഴികളിൽ നടത്തണം. പ്രാർത്ഥനയെ കേട്ട് ഓർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.